വേണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നു അല്ലേ. ഓരോ ഫംഗ്ഷൻ്റെ ഗ്രാഫ്, ഡൊമെയിൻ, റേഞ്ച്. റേഞ്ചിന് വേറൊരു പേരും കൂടി ഉണ്ട്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ റേഞ്ചിന് മറ്റൊരു പേര് കൂടി ഉണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ? പ്രിൻസിപ്പൽ ബ്രാഞ്ച്. അപ്പോൾ ആ പ്രിൻസിപ്പൽ ബ്രാഞ്ചിനുള്ളിൽ വരുന്ന ആംഗിൾസിനെ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയും. പ്രിൻസിപ്പൽ വാല്യൂ, പ്രിൻസിപ്പൽ ബ്രാഞ്ച്. റേഞ്ചാണ് പ്രിൻസിപ്പൽ ബ്രാഞ്ച്. നമുക്കിനി ഇവിടെ ഇനി അതിനെ ബേസ്ഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഓരോന്നിൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് -1/2. സൈൻ ഇൻവേഴ്സ് -1/2 ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കണം. പ്രിൻസിപ്പൽ വാല്യൂ കാണണം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സൈൻ ഇൻവേഴ്സ് -1/2 വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് തൽക്കാലം y എന്ന് എടുക്കുക. ഈ വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഈ ഇതിന് ഫുള്ളായിട്ട് നമ്മൾ y എന്ന് എടുക്കുന്നു. ലെറ്റ് y = സൈൻ ഇൻവേഴ്സ് -1/2. ആ വൈയുടെ വാല്യൂ എത്രയെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ y = സൈൻ ഇൻവേഴ്സ് -1/2 ആണെങ്കിൽ ഉടനെ നമുക്കത് തിരിച്ചെഴുതാം. ദെൻ ഉണ്ടോ y = നമ്മൾ നേരത്തെ പഠിച്ചാണ് y അല്ലെങ്കിൽ x സൈൻ y ആണെങ്കിൽ തിരിച്ചെഴുതാമെന്ന് പഠിച്ചല്ലേ. ഈ സൈനിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ദെൻ ഇതിനെ വേണേൽ തിരിച്ചെഴുതാം. സൈനിനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ സൈൻ ഇൻവേഴ്സ് എക്സ് അപ്പോൾ =y. x സൈൻ y ആണെങ്കിൽ y സൈൻ ഇൻവേഴ്സ് എക്സ് എന്നെഴുതാം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതാൻ പഠിക്കണം. അപ്പോൾ സൈൻ ഇൻവേഴ്സ് x y തന്നാൽ ദിസ് x സൈൻ ഇൻവേഴ്സ് അപ്പുറം സൈൻ y എഴുതാം. അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാൻ പഠിക്കണം. ആ രീതിയിൽ ഇവിടെ എഴുതിയാലോ. ഇവിടെ ഇപ്പം y സൈൻ ഇൻവേഴ്സ് -1/2 എന്നാണ്. അപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സ് ഇപ്പുറേ കൊണ്ടുവരാം. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഇപ്പുറം വരുമ്പോൾ സൈൻ y -1/2 എന്ന് എഴുതാം. ഉണ്ടോ y സൈൻ ഇൻവേഴ്സ് -1/2 ആണെങ്കിൽ ദിസ് -1/2 സൈൻ ഇൻവേഴ്സ് അപ്പുറം കൊണ്ടുപോകും സൈൻ y എന്ന് വരും. അതാ സൈൻ ഇൻവേഴ്സ് അപ്പുറത്തോട്ട് വരുമ്പോൾ സൈൻ ആവും. സൈൻ ആണ് അപ്പുറത്തേക്ക് പോകുന്നതെങ്കിൽ സൈൻ ഇൻവേഴ്സ് ആവും. അങ്ങനെ മാറ്റി എഴുതാൻ പഠിക്കണം. അപ്പോൾ നമുക്ക് സൈൻ y -1/2 കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലേക്കൊന്ന് സൈൻ ഇൻവേഴ്സ് മാറി സാധാരണ ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലേക്ക് പോകുന്നത്. ഇനി സൈൻ y -1/2 എന്നല്ലേ. ഇനി സൈൻ നിങ്ങൾക്കറിയാം സൈൻ y മൈനസ് തൽക്കാലം അവിടെ കിടക്കട്ടെ. സൈനിൻ്റെ ഏതോ ഒരു ആംഗിൾ 1/2 ആണെന്ന് അറിയാം. സൈൻ ഏത് ആംഗിളിൻ്റെ സൈനാണ് 1/2? സൈൻ നിങ്ങൾക്കറിയാമല്ലോ സൈൻ π/6 ആണ്. സൈൻ 30 ആണ് 1/2. സൈൻ π/6 ആണ് 1/2. അപ്പോൾ നമുക്ക് ഈ 1/2ന് പകരം സൈൻ π/6 എന്ന് കൊടുക്കാം. മൈനസ് ഇവിടെ ഉണ്ട്. 1/2ന് പകരം സൈൻ π/6 എന്ന് എഴുതി. ലെഫ്റ്റ് സൈഡിൽ സൈൻ y എന്നാണ്, റൈറ്റ് സൈഡിൽ ഒരു മൈനസ് ഉണ്ട്. ആ മൈനസ് അവിടെ നിങ്ങൾ മാറ്റുവാണെങ്കിൽ രണ്ടും സൈൻ ആവും. അപ്പോൾ നമുക്ക് ഈ മൈനസ് ഇവിടെ നിന്ന് മാറ്റാം. നമ്മൾ സൈനിന് പഠിച്ചാണ് വെളിയിൽ മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് വന്നിട്ടുണ്ടെങ്കിൽ മൈനസ് നമുക്ക് അകത്തേക്ക് ഇടാം. സൈൻ ഓഫ് -x തിരിച്ചാണ് പഠിച്ചത്. സൈൻ ഓഫ് -x = -sin x ആണ്. ഇതൊക്കെ നമ്മൾ ട്രിഗണോമെട്രിയിൽ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. സൈനിനും അല്ല കോസിനും സീക്കിനും ഒഴികെ കോസ് -x എന്ന് വെച്ചാൽ കോസ് -x എന്ന് വെച്ചാൽ വെറും കോസ് എക്സ് ആണ്. അപ്പോൾ മൈനസ് വെളിയിൽ കിടന്നാൽ അകത്തേക്ക് കോസിനെ ഇടാൻ പറ്റിയില്ല. കോസിന് ഇല്ലാത്തതുകൊണ്ട് സീക്കിനും ഇല്ല. ബാക്കി സൈനിനും കോസിനും സൈനിനും ടാന് കോട്ട് സീക്കിനില്ല കൊസീക്ക്. ഈ സീക്കിനും കൊസീക്കിനും ഒഴികെ ബാക്കി എല്ലാത്തിനും മൈനസ് വെളിയിൽ വന്നാൽ നമുക്ക് അകത്തേക്ക് ഇടാം. അപ്പോൾ നമുക്ക് -sin x = sin -x എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചതാണ്. വെളിയിൽ മൈനസ് സൈനിൻ്റെ വെളിയിൽ മൈനസ് ഉണ്ടെങ്കിൽ ആംഗിളിൻ്റെ അകത്തോട്ട് മൈനസ് എടുത്തിടാം. അപ്പോൾ നമ്മളത് ഈ മൈനസിനെ നമ്മൾ അകത്തേക്ക് എടുത്തിരുന്നു. സൈൻ y മൈനസിനെ അകത്തേക്ക് ഇട്ടാൽ സൈൻ -π/6 എന്നെഴുതാം. ഇവിടെ നോക്കുക ഉണ്ടോ സൈൻ y സൈൻ -π/6. ഇവിടെ രണ്ടിടത്തും സെയിം സൈൻ ആണ്. അപ്പോൾ വൈയുടെ സ്ഥാനത്ത് ഏതാ വന്നിരിക്കുന്നത്? therefore y -π/6 ഇങ്ങനെ കിട്ടി. പ്രിൻസിപ്പൽ വാല്യൂ അല്ലേ. സൈനിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഓർമ്മയിലുണ്ടായിരിക്കണം. -90 തൊട്ട് +90 വരെയാണ്. -90 തൊട്ട് +90 വരെ. ഇത് -π/6 എന്ന് വെച്ചാൽ -30 ആണ്. -90യുടെയും +90യുടെ ഇടയിലാണ് -30 വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പ്രിൻസിപ്പൽ വാല്യൂ. ദിസ് ഈസ് ദ പ്രിൻസിപ്പൽ വാല്യൂ. അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ. അപ്പോൾ ശ്രദ്ധിച്ചോടെ സൈനിനും ടാനിനും കൊസീക്കിനും -90 തൊട്ട് +90 വരെ. സൈനിനാണെങ്കിൽ ക്ലോസ്ഡ് -90 തൊട്ട് ക്ലോസ്ഡ് +90 വരെ. ടാനിനപ്പോൾ അത് ഓപ്പൺ ഇൻ്റർവെല്ലാണ്. ഓപ്പൺ ഇൻ്റർവെൽ -90 +90 π/2 അതാണ്. കൊസീക്ക് വരുമ്പോഴത്തേക്കും ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 +π/2 ആണ്. അതിന് 0 ഒഴിവാക്കിയാൽ മതി. അപ്പോൾ എന്താണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം സൈന് ടാന് കൊസീക്ക് ഈ മൂന്നിനും മൈനസും എടുക്കാം, നെഗറ്റീവും പോസിറ്റീവ് എടുക്കാം, നെഗറ്റീവും എടുക്കാം പോസിറ്റീവ് എടുക്കാം. ബാക്കി മൂന്നെണ്ണത്തിന് കോട്ട് സീക്ക് കോസ്
കോട്ട് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, അതിന് മൂന്നിനും നെഗറ്റീവ് ഇല്ല. 0 തൊട്ട് പൈ വരെയുള്ളൂ. 0 തൊട്ട് പൈ വരെയുള്ളൂ. അപ്പോൾ അതായത് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, മൈനസ് വെളി കിടക്കുന്നതിനെ എടുത്ത് അകത്തേക്ക് ഇടാം, സൈനിനും ഇടാം, കൊസീക്കിന് ഇടാം, കോട്ടിന് ഇടാം. ബാക്കി മൂന്നിനും എടുത്തേക്കരുത്. ബാക്കി മൂന്നിനും എടുത്താൽ നെഗറ്റീവ് ആംഗിൾ വരും. നെഗറ്റീവ് ആംഗിൾ വന്നാൽ പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ ഇല്ല. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രിൻസിപ്പൽ ബ്രാഞ്ച് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. സൈൻ, ടാന്, കൊസീക്ക്, അതിന് മൂന്നിനും -90 തൊട്ട് +90 വരെയാണ്. ബാക്കി മൂന്നിനും 0 തൊട്ട് പൈ വരെയുള്ളൂ. പിന്നെ ചെറിയ വേരിയേഷൻ ഉണ്ട്. ഒന്ന് ക്ലോസ്ഡ് ഇന്റർവെൽ, ഒന്ന് ഓപ്പൺ ഇന്റർവെൽ, ഒരെണ്ണത്തിൻ്റെ ഇടയ്ക്ക് ഒരു പോയിന്റിനെ കളയണം. അത് നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ അത് ഓർമ്മയിലുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രശ്നമില്ല, സൈനാണ്. അപ്പോൾ മൈനസ് വെളിയിൽ കിടന്ന് അകത്തേക്ക് ഇടാം. കാരണം -90 തൊട്ട് +90 വരെ പ്രിൻസിപ്പൽ ബ്രാഞ്ചാണ്. അപ്പോൾ മൈനസ് ആംഗിൾ കിട്ടാം. ഇതാണ് സൈൻ ഇൻവേഴ്സ് -1/2 പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് -π/6 ആണ്. y -π/6 is the principal value. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഫൈൻഡ് cos ഇൻവേഴ്സ് -1/2. cos ഇൻവേഴ്സ് -1/2 ഇതുപോലെ തന്നെ നമ്മൾ y എന്ന് എടുക്കുന്നു. ഈ cos ഇൻവേഴ്സ് -1/2 ന്റെ വാല്യൂ കാണേണ്ട, അതിനെ നമ്മൾ y എന്ന് എടുക്കുന്നു. y cos ഇൻവേഴ്സ് -1/2. ഉടനെ നമുക്ക് തിരിച്ചെഴുതാം. cos ഇൻവേഴ്സ് -1/2, cos ഇൻവേഴ്സിന് ഇപ്പുറത്തുള്ള ഉടനെ നമുക്ക് then cos ഇൻവേഴ്സ് ഇപ്പുറം വരുമ്പോൾ cos y എന്നാവും. cos y -1/2. ഇനി cos y cos ഏത് ആംഗിളാ 1/2 നോക്കാം. cos π/3 ആണ് 1/2. cos π/3 ആണ് 1/2. അപ്പോൾ അത് ഓർത്തോണം. 1/2 എന്ന് പറയുന്നത് cos π/3 ആണ്. അപ്പോൾ നമുക്കിവിടെ മൈനസ് ഇവിടെ ഉണ്ട്, cos π/3 എന്ന് എഴുതാം. കണ്ടോ, cos ആണ്, വെളി മൈനസ് ഉണ്ട്, അകത്തേക്ക് ഇട്ടേക്കരുത്. കാരണം കോസിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ചിന്റെ 0 തൊട്ട് പൈ വരെ നെഗറ്റീവ് എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ ആംഗിൾ അല്ലെങ്കിൽ തന്നെ കോസിന്റെ ആംഗിൾ അകത്തേക്ക് ഇടാൻ, നെഗറ്റീവ് എടുത്ത് അകത്തേക്ക് ഇടാൻ പറ്റത്തില്ല. cos -x എന്ന് വെച്ചാൽ cos x ആണ്. -cos x അല്ല കിട്ടുന്നത്. അപ്പോൾ ഇവിടെ -1 വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ റിസൾട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ശ്രദ്ധിച്ചോണം, കോസ്, കോട്ട്, സീക്ക് വന്നാൽ നമ്മൾ -cos x വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരുന്നത്. cos π-x നമ്മൾ 48 ഇക്വേഷൻ റിഡക്ഷൻ ഫോർമുല പഠിച്ചു ഓർക്കുന്നുണ്ടോ? π/2 + x ഉണ്ട്, π/2 - x ഉണ്ട്, π + x, π - x, 3π/2 + x, 3π/2 - x, 2π + x, 2π - x, അങ്ങനെ 48 ഇക്വേഷൻസ് ഇല്ലേ? അതിൽ ഒന്നാണിത്. അപ്പോൾ ഇത് കോസ്, കോട്ട്, സീക്ക്, ഇതിൽ 3 വരുമ്പോൾ നെഗറ്റീവ് വെളി വരുമ്പോൾ നിങ്ങൾ ഇതാണ് ഉപയോഗിക്കേണ്ടത്. കോട്ടാണെങ്കിൽ -cot x cot π - x. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ -cos x നമ്മൾ ഓർക്കുന്നുണ്ടോ? π - ഇത് പൈ ആണ്. π - x സെക്കൻഡ് ക്വാർട്ടറിന്റെ അവിടെ ASTC സൈനാ പോസിറ്റീവ്. ബാക്കി ഏത് വന്നാലും നെഗറ്റീവാണ്. സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവ് വരുന്നുള്ളൂ, ബാക്കി എല്ലാം നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് -cos x ന് പകരം cos π - x എന്ന് കൊടുക്കാം. ഇവിടെ x സ്ഥാനത്ത് π/3 ആണ്. ഉണ്ടോ? അപ്പോൾ നമുക്ക് cos y -cos x, ആ ഫോമിലല്ലേ, -cos x ഫോമിലാണ്. അതിന് നമുക്ക് cos π - x എന്ന് എഴുതാം. x π/3. ഇത് നമ്മൾ കമ്പയർ ചെയ്തേ. ഇവിടെ കോസ് സെയിം ആണ്. അപ്പോൾ വൈയുടെ സ്ഥാനത്ത് y ഇതുണ്ടോ, ഈ അകത്ത് കിടക്കുന്ന π - π/3 വരും. ഇവിടെ LCM എടുക്കാം. LCM എടുത്ത് ഇവിടെ ഒരു by 1 ഇട്ടാൽ മതി. LCM എടുക്കാം. നമുക്ക് 1 × 3 3 വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. π × 3 3π - 1 × π 1π. 3π - 1π എന്ന് വെച്ചാൽ 2π/3. 2 × π/3. π/3 എന്ന് വെച്ചാൽ അറിയാലോ 60 അല്ലേ. 2 × 60 വരുമ്പോൾ 120. കോസിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച്, കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് 0 തൊട്ട് π വരെ, 0 തൊട്ട് 180 വരെ. 120 അല്ലേ ഉള്ളൂ, 120. അത് 0 180 എടുക്കുന്ന ദിസ് ഈസ് ദ പ്രിൻസിപ്പൽ വാല്യൂ. 2π/3 ഈസ് ദ പ്രിൻസിപ്പൽ വാല്യൂ. ക്ലിയർ ആണ്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Next one, cosec inverse √2. Cosec inverse √2. നമ്മൾ എപ്പോഴും എടുക്കുന്നത് y cosec inverse √2. y വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഉടനെ നമുക്ക് y cosec inverse √2 എന്നല്ലേ? cosec inverse ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. അപ്പം ഇൻവേഴ്സ് ഇപ്പുറം വരുമ്പോൾ cosec ആവും. cosec y √2. നമ്മൾ കൊസീക്കോ സീക്കോ കോട്ടോ ഒക്കെ വന്നാൽ, കോട്ട് വന്നാൽ ടാനിലേക്ക് ആക്കുക, സീക്ക് വന്നാൽ കോസിലേക്ക് ആക്കുക, കൊസീക്ക് വന്നാൽ സൈഡിലേക്ക് ആക്കുക. അപ്പം കൊസീക്ക് വൈയെ നമുക്ക് മാറ്റിയിടാം. കൊസീക്ക് വൈ എന്ന് വെച്ചാൽ 1/sin y ആണ്. ഈക്വൽ ടു √2നെ നമ്മൾ √2/1 എന്ന് എഴുതും. ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ളതുകൊണ്ട് ഇവിടെ √2/1 ഇടാമല്ലോ, കുഴപ്പമില്ലല്ലോ.
അപ്പോൾ 1/sin y√2/1. അങ്ങനെയാണെങ്കിൽ sin y തിരിച്ചിടുക. sin y ഈക്വൽ ടു ഇവിടെ തിരിച്ചിടുമ്പോൾ ഇവിടെ കൂടെ തിരിച്ചിടുക. 1/sin y√2/1 അല്ലേ. അപ്പോൾ sin y ഈക്വൽ ടു ഇത് തിരിച്ചിടുക 1/√2 എന്ന് വരും. ഇനി നമ്മൾ sin y ഈക്വൽ ടു 1/√2. സൈനിൻ്റെ ഏത് ആംഗിളാണ് 1/√2? π/4. sin π/4 ആണ് 1/√2. ഈ 1/√2 പകരം നമ്മൾ sin π/4 ഇട്ട് കൊടുക്കുന്നു. കണ്ടോ, പെട്ടെന്ന് കിട്ടി വൈയുടെ വാല്യൂ. y = π/4 is the principal value. Cosec inverse പ്രിൻസിപ്പൽ ബ്രാഞ്ച് -90 തൊട്ട് +90 വരെ. അത് 0 ഒഴിവാക്കിയാൽ മതി, 0 മാത്രം ഒഴിവാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് 5/4 കിട്ടി പ്രിൻസിപ്പൽ വാല്യൂ. y = π/4. ഓക്കെ. ഇനി അടുത്തത് tan inverse √3 minus sec inverse -2. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. രണ്ടെണ്ണം tan inverse √3 minus sec inverse -2. ഇതിന്റെ വാല്യൂ കാണണം. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം ഇതിന് x ഉം ഇതിന് y എന്ന് കൊടുക്കാം. എന്നിട്ട് x = tan inverse √3, y = sec inverse -2. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് എക്സിന്റെ വാല്യൂ കാണാം, ഇവിടുന്ന് വൈയുടെ വാല്യൂ കാണാം. അത് രണ്ടും കണ്ടുപിടിച്ച് എന്നിട്ട് നമുക്ക് ആ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഇത് സോൾവ് ചെയ്യാം. x = tan inverse √3 അല്ലേ. ഉടനെ തിരിച്ചെഴുതാമല്ലോ. tan x = √3 ഇതിനെ മാറ്റി എഴുതാം. നിങ്ങൾക്കറിയാം tan x = √3. ടാനിൻ്റെ ഏത് ആംഗിളാണ് √3? അറിയാമല്ലോ. tan √3 വരുന്നത് π/3 അല്ലേ. tan π/3 അല്ലേ. sin 60/cos 60. sin 60 √3/2, cos 60 1/2. അപ്പോൾ √3/1 √3 കിട്ടും. അപ്പോൾ tan π/3 ആണ് √3. അപ്പോൾ ഈ √3ക്ക് പകരം നമ്മൾ tan π/3 കൊടുക്കുന്നു. കണ്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് x കിട്ടി. x = നമുക്ക് π/3 എന്ന് പെട്ടെന്ന് കിട്ടി. tan ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് -90 തൊട്ട് +90 വരെയാണല്ലോ. അപ്പോൾ π/3. അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി π/3. ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നു. y = sec inverse -2 എന്നാണ്. അപ്പോൾ നമുക്ക് തിരിച്ചെഴുതാം sec y = -2. സീക്കിനെ നമുക്ക് സൈൻ കോസിലേക്ക് മാറ്റാം. 1/cos y ആണ് sec y =-2/1 എന്ന് എഴുതാം. തിരിച്ചിടുക. cos y ഇവിടെ തിരിച്ചിടുമ്പോൾ 1/-2. മൈനസ് മേളിൽ എഴുതിയാലും താഴെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. -1/2 എഴുതാം. ഈ കോസിന്റെ ഏത് ആംഗിളാണ് 1/2? മൈനസ് ഇവിടെ കിടന്നോട്ടെ. കോസ് 1/2 വരുന്നത് 60 π/3. കണ്ടോ. അപ്പോൾ നമ്മൾ cos -x വരുമ്പോൾ നമ്മൾ മുമ്പ് എഴുതില്ലേ, cos -x വന്നാൽ cos π-x ഇട്ടോ. അത് ശ്രദ്ധിച്ചോ. അപ്പോൾ നമ്മളിവിടെ cos y = മൈനസ് ഇല്ല, cos π-π/3. അപ്പോൾ y കണ്ടുപിടിക്കുന്നു. വൈയുടെ സ്ഥാനത്ത് ഇവിടെ π-π/3 ആണ് കിടക്കുന്നത്. π-π/3. 3 LCM എടുക്കുമ്പോൾ 3π -1π. അപ്പോൾ വൈയുടെ വാല്യൂ കിട്ടി 3π - 1π അല്ലേ. 3π - 1π എന്ന് പറയുമ്പോൾ 2π/3. x നമുക്ക് കിട്ടി. x വെറും π/3 എന്ന് കിട്ടി, y 2π/3 എന്ന് കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം. tan inverse √3 minus sec inverse -2 equal to tan inverse √3 നമുക്ക് π/3 എന്ന് കിട്ടി, മൈനസ് sec inverse -2 എന്നുള്ളത് 2π/3 എന്ന് കിട്ടി. കണ്ടോ, ഡിനോമിനേറ്റർ സെയിം ആണ്. y3 കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ പൈ ഉണ്ട്, -2π. π - 2π എന്ന് പറയുമ്പോഴത്തേക്കും പൈയിൽ നിന്ന് 2π കുറയ്ക്കുമ്പോൾ എത്ര വരും? -π വരും. -1/π/3 -π/3. അതാണ് അതിൻ്റെ ആൻസർ. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ -π/3. ഇതുപോലെ രണ്ട് സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. എന്നിട്ട് അതിൻ്റെ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ മതി. -π/3 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ അത് അങ്ങനെ നിങ്ങൾ അത് ചെയ്ത് പഠിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, മൈനസ് വെളിയിൽ വരുമ്പോൾ മൈനസ് sin x വന്നാൽ നിങ്ങൾക്ക് സൈനും കോസും ടാനും വെച്ച് എഴുതാൽ മതി. sin -x എന്ന് എഴുതാം. -cos x വന്നാൽ എഴുതേണ്ടത് cos π-x ആണ്. ഇങ്ങനെ വരും. ഇനി ടാൻ വരുമ്പോൾ ഡയറക്റ്റ് ടാൻ ഇൻവേഴ്സ് കാണാനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ
ടാൻ ഇൻവേഴ്സിനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ടാൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്ന് പറയുന്നത് -90 തൊട്ട് +90 വരെയാണ്. അപ്പോൾ മൈനസ് ടാൻ എക്സ് വരുമ്പോൾ നിങ്ങൾ ടാൻ ഓഫ് -x എടുക്കേണ്ടത്. ടാൻ ഓഫ് -x എടുക്കണം. അപ്പം ക്വസ്റ്റ്യൻ ടാൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ അവിടെ മൈനസ് ടാൻ എക്സ് വരുമ്പോൾ ടാൻ ഓഫ് -x എടുക്കണം. ഇനി അഥവാ അതിന്റെ റെസിപ്രോക്കൽ ക്വസ്റ്റ്യൻ്റെ അകത്ത് കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾ റെസിപ്രോക്കൽ എടുക്കാൻ ടാനിലേക്ക് വരുമല്ലോ. ആ കേസിൽ മൈനസ് ടാൻ എക്സ് വന്നാൽ ഒരിക്കലും ഈക്വേഷൻ ഉപയോഗിക്കരുത്. കാരണം ഇവിടെ ടാൻ എക്സിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ പ്രിൻസിപ്പൽ ബ്രാഞ്ച് -90 തൊട്ട് +90 വരെയാണ്. അവിടെ നെഗറ്റീവും വരാം പോസിറ്റീവും വരാം, കുഴപ്പമില്ല. പോസിറ്റീവ് 90 വരെ പറ്റുള്ളൂ, 90ക്ക് മുകളിലേക്ക് പോകുള്ളൂ. അപ്പം നിങ്ങൾ ആ കേസിൽ നിങ്ങൾ ഈക്വേഷൻ ഉപയോഗിക്കുള്ളൂ. ഡയറക്റ്റ് ടാൻ ഇൻവേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ. ഇനി ഡയറക്റ്റ് കോട്ട് ഇൻവേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ മൈനസ് ടാൻ എക്സ് എന്ന് വരും. മൈനസ് ടാൻ എക്സ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടാൻ -x നല്ല എടുക്കേണ്ടത് ടാൻ π-x എന്നാണ് എടുക്കേണ്ടത്. കാരണം ഇത് കോട്ട് ഇൻവേഴ്സിന്റെ ക്വസ്റ്റ്യൻ. കോട്ട് ഇൻവേഴ്സിന്റെ അത് നെഗറ്റീവ് ആംഗിൾ ഇല്ല. ഇങ്ങനെ നിങ്ങൾ എടുത്താൽ നെഗറ്റീവ് ആംഗിൾ വരും. നെഗറ്റീവ് ആംഗിൾ പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ ഇല്ല. അവിടെ 0 തൊട്ട് π വരെ ഉള്ളൂ, പോസിറ്റീവ് ആംഗിളേ ഉള്ളൂ. അതുകൊണ്ടാണ് π-x എന്നാക്കാൻ പറ്റുന്നത്. അപ്പം ഇത് ക്വസ്റ്റ്യൻ കോട്ട് ഇൻവേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യുക. ടാൻ ഇൻവേഴ്സിന്റെ ക്വസ്റ്റ്യൻ്റെ അകത്ത് മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് മൈനസ് അകത്തേക്ക് ഇടാം. അത് ശ്രദ്ധിച്ചോണം. ആ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന് കുറേയേറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് നമ്മൾ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് പഠിച്ചപ്പോൾ എഫ് കോമ്പോസിഷൻ, എഫ് ഇൻവേഴ്സ്, ഒരു ഫംഗ്ഷനും അതിൻ്റെ ഇൻവേഴ്സും കൂടെ ഒരുമിച്ച് കോമ്പോസിഷൻ എടുക്കുമ്പോൾ എന്ത് കിട്ടുമെന്നാണ് പഠിച്ചതില്ലേ? ഐഡന്റിറ്റി കിട്ടുമെന്ന് പഠിച്ചു. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് എക്സ്. കോമ്പോസിഷൻ എന്ന് വെച്ചാൽ എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എക്സ് ആയിരിക്കും. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. ഒരു ഫംഗ്ഷനും ഇൻവേഴ്സും കൂടെ ഒരുമിച്ച് വന്നാൽ അത് ഐഡന്റിറ്റി ഫംഗ്ഷനായിട്ട് മാറും. അപ്പോൾ നമുക്ക് എക്സിന്റെ ഇമേജ് എക്സ് തന്നെ കിട്ടും. അത് നമ്മൾ അത് ഫംഗ്ഷൻസ് കോമ്പോസിഷൻ്റെ അകത്ത് പഠിച്ചതാണ്. അത് ഉപയോഗിച്ചാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി. ഒന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നതാണ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത്. സൈനും സൈൻ ഇൻവേഴ്സും, സൈൻ കോമ്പോസിഷൻ സൈൻ ഇൻവേഴ്സ് എക്സ്. അതിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ എഫ് ഇൻവേഴ്സ് എക്സ്, സൈൻ ഇൻവേഴ്സ് എക്സ്. സൈനും അതിൻ്റെ ഇൻവേഴ്സും കൂടെ ഒരുമിച്ച് വരുമ്പോൾ എക്സ് ആയിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാ കേസിലും എക്സ് ആവത്തില്ല. ഈ എക്സ് ബിലോങ്സ് ടു ഇതുണ്ട് സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈനിൽ വരണം. സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ നമ്മൾ ആദ്യം സിംപ്ലിഫൈ ചെയ്യുന്നത്. സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഏതാണ്? ക്ലോസ്ഡ് ഇന്റർവെൽ -1 ആണ് ഡൊമൈൻ. സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ ക്ലോസ്ഡ് ഇന്റർവെൽ -1 1 റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 π/2 ആണ്. എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ആണ്. സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈനിൽ വന്നാൽ -1നും +1നും ഇടയ്ക്ക് വന്നാൽ മാത്രമേ ഇത് എക്സ് ആവുള്ളൂ. അതിന് വെളിയിൽ വന്നാൽ എക്സ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, എക്സ് ആവത്തില്ല. ഇനി ഇത് തന്നെ തിരിച്ചു എഴുതാം. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് അതും എക്സ് ആണ്. ഈ എക്സ് ബിലോങ്സ് ടു ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്, സൈനിന്റെ ഡൊമൈനാണ്. സൈനിന്റെ ഡൊമൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ എടുക്കരുത്. നമ്മുടെ ഡൊമൈൻ റേഞ്ച് ഇതുണ്ടോ -1 +1 ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 π/2 ഫുൾ എടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഡൊമൈൻ -π/2 തൊട്ട് π/2 വരെ പറ്റത്തുള്ളൂ കേട്ടോ. സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ റേഞ്ച് ഇതല്ലേ, അത് രണ്ടും നമ്മൾ ഇവിടെ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും സൈൻ എക്സ് വരുമ്പോൾ എക്സ് ആംഗിള് -π/2 തൊട്ട് +π/2 വരെ. അപ്പോൾ -90യുടെ +90യുടെ ഇടയ്ക്ക് ആംഗിൾ വന്നാലേ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എടുക്കുമ്പോൾ എക്സ് എടുക്കുള്ളൂ. അതിന് വെളിയിൽ ഒരു 180 ഒക്കെ വന്നാൽ സൈൻ ഇൻവേഴ്സ് സൈൻ 180 എന്ന് വെച്ചാൽ നമുക്ക് 180 എന്ന് എഴുതാൻ പറ്റില്ല. 180 പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഇവിടെ -90 തൊട്ട് +90 വരെ പറ്റത്തുള്ളൂ. -90 തൊട്ട് +90 വരെ. ഇങ്ങനെയാണെങ്കിൽ -1 തൊട്ട് +1 വരെ. ഇതുപോലെ തന്നെ ബാക്കി എല്ലാത്തിനും എഴുതാം. കോസ് ഇൻവേഴ്സ് എക്സ് അതും എക്സ് ആണ്. ഈ എക്സ് ബിലോങ്സ് ടു -1 1. അതുപോലെ തന്നെ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് അതും എക്സ് ആണ്. ഇവിടെ എക്സ് ബിലോങ്സ് ടു 0π ആണ്. 0π അല്ലേ ക്ലോസ് ഇൻവേഴ്സിന്റെ. അപ്പോൾ ക്ലോസ്ഡ് ഇന്റർവെൽ 0π. ഇങ്ങനെ വേണം. ഇങ്ങനെ നമുക്ക് ബാക്കി ടാൻ ഇൻവേഴ്സും എല്ലാത്തിനും ഉണ്ട്. 6 എണ്ണത്തിനും നമുക്ക് ഈ റിസൾട്ട് ഉണ്ട്. ഒരു ഫംഗ്ഷനും അതിൻ്റെ ഇൻവേഴ്സും ഒരുമിച്ച് വന്നാൽ അതിൻ്റെ വാല്യൂ ഐഡന്റിറ്റി ആയിട്ട് മാറും.
പ്രൊവൈഡഡ് ആംഗിൾ അല്ലെങ്കിൽ വാല്യൂ അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഡൊമൈൻ റേഞ്ച്, ആ കറസ്പോണ്ടിങ് ഡൊമൈൻ റേഞ്ച് അത് ഓർത്തിരുന്നതാണ്. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതാണ്. സെക്കൻഡ് പ്രോപ്പർട്ടി, അതായത് സെക്കൻഡ് തേർഡ് ഫോർത്ത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ അത് ആ പ്രോപ്പർട്ടി ഉപയോഗിക്കാതെ നമുക്ക് അല്ലാതെ പ്രോബ്ലം ചെയ്താൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ആ പ്രോപ്പർട്ടിയുടെ ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. അതായത് പ്രോപ്പർട്ടി ഒന്ന് പഠിച്ചു വെച്ച് നോക്കാം. സൈൻ ഇൻവേഴ്സ് സെക്കൻഡ് പ്രോപ്പർട്ടി, സൈൻ ഇൻവേഴ്സ് 1/x അല്ലോ റെസിപ്രോക്കൽ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സൈൻ ഇൻവേഴ്സ് 1/x എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ കോസീക് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. കോസീക് ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് 1/xനെ കോസീക് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. അതുപോലെ തന്നെ കോസ് ഇൻവേഴ്സ് 1/xനെ സീക് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. ടാൻ ഇൻവേഴ്സ് 1/xനെ നമുക്ക് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം. ഇതാണ് അടുത്ത പ്രോപ്പർട്ടി. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ കണ്ടോ, ഇതല്ലോ സീക് ഇൻവേഴ്സ് എക്സ് വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിനെ സൈൻ ആക്കി മാറ്റി റെസിപ്രോക്കലൊക്കെ എടുക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കാതെ നമ്മൾ നേരിട്ട് അവിടെ ചെയ്തതാണ്. അത് നമ്മൾ അവിടെ ചെയ്തതാണ്. ഇവിടെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് സൈൻ ഇൻവേഴ്സ് 1/x ഇങ്ങനെ എഴുതണമെങ്കിൽ മോഡുലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. ഇതും അതുപോലെ തന്നെ മോഡുലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അപ്പം അങ്ങനെ ഇതും കൂടെ ഓർത്തിരുന്നോണം. സൈൻ ഇൻവേഴ്സ് 1/x കോസിക് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ എക്സിന്റെ മോഡുലസ് അബ്സല്യൂട്ട് വാല്യൂ 1 കൂടുതലായിരിക്കണം. ഇതിന് രണ്ടിനും ഇവിടെ എക്സിന്റെ വാല്യൂ 0യെക്കാളും കൂടുതൽ നെഗറ്റീവ് ആയിട്ട് എഴുതാൻ മതി. എക്സിന്റെ വാല്യൂ നെഗറ്റീവ് വന്നാൽ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം നെഗറ്റീവ് വരുമ്പോഴത്തേക്കും ടാൻ ഇൻവേഴ്സിന് 1 കോട്ട് ഇൻവേഴ്സിന് വേറൊന്ന്, നമ്മൾ രണ്ടായിട്ടല്ലേ എഴുതുന്നത്. അതിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഇത് നോക്കുക. സൈൻ ഇൻവേഴ്സിന്റെയും കോസിക് ഇൻവേഴ്സിന്റെയും പ്രിൻസിപ്പൽ ബ്രാഞ്ച് -90 തൊട്ട് +90 വരെ. ഇവിടെയും പ്രശ്നമില്ല. കോസ് ഇൻവേഴ്സും സീക് ഇൻവേഴ്സും 0 തൊട്ട് π വരിക. പക്ഷേ ഇവിടെ ടാൻ ഇൻവേഴ്സിൻ്റെ ഇത് വരുമ്പോഴത്തേക്കും ടാൻ ഇൻവേഴ്സിൻ്റെ ഒരു -90 തൊട്ട് +90 വരെ, കോട്ട് ഇൻവേഴ്സിൻ്റെ 0 തൊട്ട് π വരിക. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഈക്വൽ ആയിട്ട് എഴുതണമെങ്കിൽ എക്സ് പോസിറ്റീവ് ആയാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, നെഗറ്റീവ് ആയാൽ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ആണ് അടുത്ത റിസൾട്ട്. ഇത് നമുക്ക് ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കാതെ നമ്മൾ നേരിട്ട് ചെയ്തതാണ്, ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഇനി അടുത്ത പ്രോപ്പർട്ടി, മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മൈനസ് വരുന്നത്. അത് നമ്മൾ ചെയ്താൽ സൈൻ ഇൻവേഴ്സ് -x നമുക്ക് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. ടാൻ ഇൻവേഴ്സ് -x അതിന് നമുക്ക് മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. പിന്നെയുള്ള കോസിക് ഇൻവേഴ്സ് അല്ലേ, കോസിക് ഇൻവേഴ്സ് -x എന്ന് പറയുന്നത് മൈനസ് കോസിക് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. ഇവിടെ നമുക്ക് ഇവിടെ സൈൻ ഇൻവേഴ്സിൻ്റെ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് -1 1. ഇവിടെ ആണെങ്കിൽ എക്സ് ബിലോങ്സ് ടു ആർ. ടാൻ അല്ലേ, അപ്പോൾ റിയൽ നമ്പേഴ്സ് ഫുൾ എടുക്കാം. ഇവിടെ ആണെങ്കിൽ ഇതാണെങ്കിൽ നമുക്കറിയാം മോഡുലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇത് ഓർത്തില്ല. സൈൻ ഇൻവേഴ്സിൻ്റെത് ഡൊമൈൻ, ഇതിൻ്റെയൊക്കെ ഡൊമൈനാണ് നോക്കിയാൽ മതി. സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ -1 തൊട്ട് +1 വരെ. കോസ് ഇൻവേഴ്സിൻ്റെ ടാൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ റിയലാണ്. കൊസീക് ഇൻവേഴ്സിന്റെ ഡൊമൈൻ ശരിക്കും r മൈനസ് ഓപ്പൺ ഇന്റർവൽ -1 1 ആണ്. അതായത് നമ്മുടെ r എടുത്താൽ -1 തൊട്ട് +1 വരെ ഇത്രയും ഭാഗം മാത്രമില്ല, ബാക്കി ഫുള്ളുണ്ട്. അതായത് എക്സിന്റെ വാല്യൂ -1നെക്കാട്ടിലും കുറവെന്ന് വെച്ചാൽ അബ്സല്യൂട്ട് വാല്യൂ കൂടുതലാണ്, 1 കൂടുതലല്ലേ. മോഡുലസ് എടുക്കുമ്പോൾ 1 കൂടുതൽ, ഇവിടെ എടുത്താലും മോഡുലസ് എടുക്കുമ്പോൾ 1 കൂടുതൽ. അപ്പോൾ ഇതിന് നമ്മൾ വേറെ രീതിയിൽ എഴുതുന്നേ ഉള്ളൂ. ഇത് രണ്ടും സെയിമാണ്. അപ്പോൾ നമ്മൾ മോഡുലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതുന്നേ ഉള്ളൂ. മോഡുലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ എക്സിന്റെ അബ്സല്യൂട്ട് വാല്യൂ 1 കൂടുതൽ. അപ്പോൾ 1 കൂടുതൽ ഇതിപ്പോൾ 0 അല്ലേ, ഇവിടെ നിന്ന് ഇവിടം വരെ 1, ഇവിടെ നിന്ന് ഇവിടം വരെ 1 അബ്സല്യൂട്ട് വാല്യൂ, അതിൽ കൂടുതലും. അപ്പോൾ ഈ ഭാഗവും ആ ഭാഗവും വരും. ഇതാണ് അടുത്ത പ്രോപ്പർട്ടി. അടുത്തതെന്ന് പറയുന്നത് നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സൈനും ടാനും കോസിക് ഇൻവേഴ്സും അല്ലേ. അടുത്ത 3 ഉണ്ടല്ലോ, ഇതൊക്കെ മൈനസ് നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രിൻസിപ്പൽ ബ്രാഞ്ചിൻ്റെ അകത്ത് -90 തൊട്ട് +90 വരിക. ഈ 0 π ഉള്ള 3 കൂടി ഇല്ലേ, അതിൻ്റെ അടുത്തത്. അതായത് കോസ് ഇൻവേഴ്സ് -x വന്നാൽ നമ്മൾ π മൈനസ് ഉണ്ട്, π മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. അതുപോലെ തന്നെ സീക്ക് ഇൻവേഴ്സ് -x വന്നാലും ഇതേ റിസൾട്ട്, π മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ്. അടുത്തത് കോട്ട് ഇൻവേഴ്സ് -x വന്നാലും π മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ്. ഇത് കറസ്പോണ്ടിങ് കോസ് വരുമ്പോൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ -1 1. സീക്ക് വരുമ്പോൾ മോഡുലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. സീക്കും കോസിക്കും ഒരുപോലാണല്ലോ. കോട്ട് വരുമ്പോൾ എക്സ് ബിലോങ്സ് ടു ആർ.
ഈ പ്രോപ്പർട്ടീസ് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ അതല്ലാതെ നമുക്ക് നേരിട്ട് പ്രോബ്ലം ചെയ്യാം. ഈ പ്രോപ്പർട്ടിയുടെ ആവശ്യമില്ല, ഹെൽപ്പില്ലാതെ നമുക്ക് അത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രൂഫ് ഉൾപ്പെടെ ചോദിക്കുന്ന. അടുത്ത പ്രോപ്പർട്ടി പറയുന്നതാണ് എത്രാമത്തെ? 5ാമത്തെ പ്രോപ്പർട്ടി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2. ഇവിടെ എക്സ് സൈൻ ഇൻവേഴ്സിന്റെ കോസ് ഇൻവേഴ്സിന്റെ ഡൊമൈൻ സെയിം ആണ്. എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ -1 1. അടുത്തത് സൈൻ ഇൻവേഴ്സ് കോസ് ഇൻവേഴ്സ്. അടുത്തത് ടാൻ ഇൻവേഴ്സ് എക്സ്. 3 റിസൾട്ട് ഉണ്ട്. ഒന്ന് എ പാർട്ട്, ബി പാർട്ട്, ഇനി ഒരു സി പാർട്ടും കൂടെ. ടാൻ ഇൻവേഴ്സ് എക്സും കോട്ട് ഇൻവേഴ്സ് എക്സും കൂടെ ആഡ് ചെയ്യുമ്പോഴും π/2 വരും. ഇവിടെ എക്സ് ബിലോങ്സ് ടു R ആണ്. ടാൻ ഇൻവേഴ്സിനെയും കോട്ട് ഇൻവേഴ്സിനെയും ഡൊമൈൻ റിയൽ നമ്പേഴ്സ് ഫുൾ ഉണ്ടല്ലോ. ഇനി അടുത്ത സീക്ക് ഇൻവേഴ്സ് കൊസീക്ക് ഇൻവേഴ്സ്. സീക്ക് ഇൻവേഴ്സ് എക്സും കൊസീക്ക് ഇൻവേഴ്സ് എക്സും കൂടെ ആഡ് ചെയ്യുമ്പോഴും π/2 വരും. ഇവിടെ മോഡുലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. സീക്കിനും കൊസീക്ക് ഇൻവേഴ്സിനും സെയിം ഡൊമൈനിൽ മോഡുലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. നമുക്കിത് 3ഉം പ്രൂവ് ചെയ്യണം. ഒരെണ്ണം ചെയ്യാൻ പഠിച്ചാൽ അതുപോലെ തന്നെയാണ് ബാക്കി 2 ചെയ്യുന്നത്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ, ഫംഗ്ഷൻ മാറ്റിയാൽ. ആദ്യം നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഒന്നാമത്തെ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ പോവാം. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2. അത് ചെയ്യാൻ വേണ്ടി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഒന്നെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സിന് കൊടുക്കാം, അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് എക്സിന് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സിന് കൊടുക്കാം. ലെറ്റ് y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ഒട്ടനെ നമുക്ക് മാറ്റി എഴുതാമല്ലോ. ദെൻ സൈൻ y ഈക്വൽ ടു എക്സ്. കണ്ടോ? അതായത് എക്സ് ഈക്വൽ ടു സൈൻ y. ഇനി നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാൽ സൈനിനെയും കോസിനെയും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യേണ്ടത്. സൈൻ ആയിട്ട് കിടക്കുന്നതിനെ കോസ് ആക്കാൻ പറ്റും, കോസ് ആയിട്ട് കിടക്കുന്നതിനെ സൈൻ ആക്കാൻ പറ്റും. ഒരു റിഡക്ഷൻ ഫോർമുല കൊടുത്താൽ മതി. സൈൻ y ഈക്വൽ ടു കോസ് ആക്കാനായിട്ട് കോസ് π/2 - y കൊടുത്താൽ മതി. നമ്മളിവിടെ കോസ് ആണ് ആദ്യം എടുക്കുന്നെങ്കിൽ അതിനെ സൈൻ ആക്കാൻ വേണ്ടി കോസ് y ഈക്വൽ ടു സൈൻ π/2 - y എന്നാക്കിയാൽ മതി. സൈനും കോസും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യാനായിട്ട് ഈ ട്രാൻസ്ഫോർമേഷൻ കൊടുത്താൽ മതി. അതുപോലെ തന്നെയാണ് ടാനും കോട്ടും മാറ്റാൻ. ടാൻ ആയിട്ടുള്ളതിനെ കോട്ട് ആക്കണമെങ്കിൽ ടാൻ y ഈക്വൽ ടു കോട്ട് π/2 - y കൊടുത്താൽ മതി. ഈ കോട്ട് y ആക്കണമെങ്കിൽ കോട്ട് y ആണെങ്കിൽ ടാൻ ആക്കാൻ ടാൻ π/2 - y എന്ന് കൊടുത്താൽ മതി. ടാനും കോട്ടും പരസ്പരം മാറ്റാൻ. സീക്കും കൊസിക്കും പരസ്പരം മാറ്റാനും അതുപോലെ തന്നെ. സീക്ക് വയ്യെ നമുക്ക് കൊസിക്ക് π/2 - y എഴുതാം. കൊസിക്ക് വയ്യെ നമുക്ക് സീക്ക് π/2 - y എഴുതാം. അപ്പോൾ സൈനും കോസും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യാം. ടാനും കോട്ടും മാറ്റാം, സീക്കും കൊസിക്കും പരസ്പരം മാറ്റാം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ എക്സ് ഈക്വൽ ടു സൈൻ വൈക്ക് പകരം കോസ് π/2 - y എന്ന് എഴുതാം. കേട്ടോ? എക്സ് ഈക്വൽ ടു കോസ് π/2 - y ആണെങ്കിൽ ഈ കോസിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാം. കോസ് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ എന്താവും? കോസ് ഇൻവേഴ്സ് എക്സ്. Therefore, അപ്പോൾ എക്സ് ഈക്വൽ ടു കോസ് π/2 - y വരെ. Therefore, കോസിനെ ഇപ്പുറം കൊണ്ടുവരിക. കോസ് ഇപ്പുറം വരുമ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ് ആവും. ഈക്വൽ ടു കോസ് ഇങ്ങോട്ട് പോകുന്നല്ലോ. പിന്നെ മിച്ചം ഇവിടെയുള്ള π/2 - y വരും. കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2 - y. ഇനി വൈക്ക് പകരം വൈക്ക് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തല്ലോ. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. അതവിടെ തിരിച്ചെഴുതുക. അപ്പം കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു നല്ലൊരു കാര്യം ചെയ്യാം. -y ആദ്യം നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. എന്നിട്ട് എഴുതാം. -y ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ എന്ത് വരും? കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് y ഈക്വൽ ടു π/2 എന്ന് വരും. ഇനി വൈക്ക് നമ്മൾ ഇവിടുത്തെ വാല്യൂ കൊടുക്കുക. എടുത്ത വാല്യൂ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈക്ക് പകരം സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2 എന്ന് വരും. കണ്ടോ? ആൻസർ ആയില്ലേ? ഇത് വേണേൽ തിരിച്ചൊന്ന് എഴുതിയാൽ മതി. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2. കണ്ടോ? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2. ക്ലിയർ ആയില്ലേ? ഇതുപോലെ തന്നെ അടുത്തത് ചെയ്യുന്നത്. അടുത്തത് ചെയ്യാൻ വേണ്ടി ബി പാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ വാങ്ങിക്കാം. ബി പാർട്ട് ചെയ്യാനായിട്ട് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് π/2 ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ സൈൻ ഇൻവേഴ്സ് മാറ്റി ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് ആക്കുന്നു. ഉടനെ നമുക്ക് ടാൻ ഇൻവേഴ്സ് ഇപ്പുറം കൊണ്ടുവരുമ്പോൾ ടാൻ വൈ എന്ന് എഴുതാം. ടാൻ വൈ ഈക്വൽ ടു എക്സ്. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ വൈ. തിരിച്ചെഴുതുമ്പോൾ ടാൻ വൈ. ഇനി ടാനിനെ മാറ്റാനായിട്ട് ടാനിനെ കോട്ടാക്കാനായിട്ട് കേട്ടോ കോട്ട് π/2 - y എന്ന് എഴുതിയാൽ മതി. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു കോസ് ടാൻ വൈക്ക് പകരം കോട്ട് π/2 - y. ചെറിയ വ്യത്യാസം വരുള്ളൂ. അതായത് എക്സ് ഇതുണ്ടോ കോട്ടായിട്ട് കോട്ടിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ കോട്ട് ഇൻവേഴ്സ് ആവും. കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2 - y. അതായത് കോട്ട് ഇൻവേഴ്സ് എക്സ് പ്ലസ് y ഈക്വൽ ടു π/2. കോട്ട് ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈക്ക് പകരം വൈക്ക് വരെ നമ്മൾ കൊടുത്ത ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2.
സിമ്പിൾ ഒരെണ്ണം പഠിച്ചാൽ ബാക്കി എല്ലാം ചെയ്യാം. ഇതുപോലെ തന്നെ സീക്കും കൊസിക്കും ഈ ട്രാൻസ്ഫോർമേഷൻ മാത്രമേ മാറ്റുള്ളൂ. സീക്ക് വൈ വരുമ്പോൾ കൊസിക്ക് y/2 - y ആക്കിയാൽ മതി. ഇതുപോലെ തന്നെ ചെയ്താൽ മതി. എളുപ്പമല്ലേ? അപ്പം അത് ചെയ്ത് പഠിച്ചോണം. ചോദിക്കുന്ന എക്സാമിന് ചോദിക്കുന്ന അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് ആണ്. പ്രൂവ് ദാറ്റ് tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. ഒരെണ്ണം കൂടി ഉണ്ട്. tan ഇൻവേഴ്സ് എക്സ് മൈനസ് tan ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ. ഇത് ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യാനും ചോദിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടുതലും ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലമാണ്. 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് ഏതായാലും പ്രൂവ് ചെയ്യാം. പ്രൂവ് ദാറ്റ് tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാം. tan ഇൻവേഴ്സ് ഒരെണ്ണം tan ഇൻവേഴ്സ് എക്സും ഒരെണ്ണം tan ഇൻവേഴ്സ് വൈയുമാണ്. രണ്ടും രണ്ടാണ്. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരെണ്ണം സൈൻ ഇൻവേഴ്സ് എക്സ് അടുത്ത സൈൻ ഇൻവേഴ്സ് എക്സ് അല്ല ഒരെണ്ണം സൈൻ ഇൻവേഴ്സ് എക്സും അടുത്ത കോസ് ഇൻവേഴ്സ് എക്സും ആയിരുന്നു. എക്സിന് മാറ്റമൊന്നുമില്ല. ഇവിടെ പക്ഷേ ഒരെണ്ണം tan ഇൻവേഴ്സ് എക്സും അടുത്ത tan ഇൻവേഴ്സ് വൈയും. അതുകൊണ്ട് നമ്മൾ രണ്ടും രണ്ടായിട്ട് വേണം എടുക്കാൻ. നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം. tan ഇൻവേഴ്സ് എക്സിന് A എന്ന് കൊടുക്കാം. എന്നിട്ട് A ഈക്വൽ ടു tan ഇൻവേഴ്സ് എക്സ് ആൻഡ് അടുത്ത B ഇസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് വൈ. tan ഇൻവേഴ്സ് എക്സിന് A എന്ന് കൊടുത്തു, tan ഇൻവേഴ്സ് വൈക്ക് B എന്ന് കൊടുത്തു. ഉടനെ നമുക്ക് തിരിച്ചെഴുതാമല്ലോ. tan ഇൻവേഴ്സ് എക്സ് A ആണെങ്കിൽ തിരിച്ച് tan A എന്ന് പറയുന്നത് tan A ഇസ് ഈക്വൽ ടു എക്സ് ആയിരിക്കും. ആൻഡ് അടുത്തതുപോലെ tan ഇൻവേഴ്സ് എത്ര വരുമ്പോൾ tan B ഇസ് ഈക്വൽ ടു വൈ ആയിരിക്കും. അല്ലേ? ഇനി നമ്മൾ നേരത്തെ കഴിഞ്ഞ വർഷം ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ, tan ഓഫ് എക്സ് പ്ലസ് വൈ. tan ഓഫ് എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? tan x പ്ലസ് tan y ബൈ 1 മൈനസ് tan x ഇൻറ്റു tan y. അതിവിടെ കൊടുക്കുന്നു. എക്സിന് പകരം tan a എന്നല്ലേ ഇവിടെ കിടന്നത്. tan aയും tan bയും ആണ് ഉള്ളത്. അപ്പം tan ഓഫ് a പ്ലസ് ബി നമ്മൾ കാണാൻ പോവാം. tan ഓഫ് a പ്ലസ് ബി കാണാൻ പോവാം. അപ്പം tan ഓഫ് എക്സിന് പകരം എയും വൈക്ക് പകരം ബിയും ആണ് ഉള്ളൂ. ഈസ് ഈക്വൽ ടു അപ്പം tan എക്സിന് പകരം നമുക്ക് tan a എന്ന് കൊടുക്കാം. tan വൈക്ക് പകരം നമുക്ക് tan b എന്ന് കൊടുക്കാം ബൈ 1 മൈനസ് tan a ഇൻറ്റു tan b. നമ്മൾ ഈ റിസൾട്ട് അവിടെ ഉപയോഗിച്ചു. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു tan ഓഫ് a പ്ലസ് ബി ഈസ് ഈക്വൽ ടു tan aക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് കൊടുക്കാം. tan bക്ക് പകരം y കൊടുക്കാം ബൈ 1 മൈനസ് എക്സ് വൈ ഇത് വരും. tan ഓഫ് a പ്ലസ് ബി എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ ആണെങ്കിൽ therefore a പ്ലസ് ബി എന്ന് വരും. ടാനിനെ നമ്മൾ അപ്പുറത്തോട്ട് കൊടുക്കും. tan ഓഫ് a പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ ആണ്. അപ്പോൾ a പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ടാനിനെ അപ്പുറത്തോട്ട് പോകുമ്പോൾ tan ഇൻവേഴ്സ് വരും. tan ഇൻവേഴ്സ് ഓഫ് അത് ഫുൾ എഴുതുന്നത് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ ബ്രാക്കറ്റ് ഇട്ടോ. ഈ സ്റ്റെപ്പ് മനസ്സിലായല്ലോ. ഇവിടെ tan ഓഫ് a പ്ലസ് ബി ആണിത്. അപ്പം വെറും a പ്ലസ് ബി എന്ന് പറഞ്ഞാൽ tan അപ്പുറേ പോവും, tan ഇൻവേഴ്സ് ആകും. എന്നിട്ട് അത് ഫുള്ള് ബാക്കി എഴുതുന്നു. ഇനി എക്ക് പകരം എക്ക് നമ്മൾ എന്താ എടുത്തേക്കുന്നത് കണ്ടോ? tan ഇൻവേഴ്സ് എക്സ് പ്ലസ് ഈ ബിക്ക് പകരം tan ഇൻവേഴ്സ് വൈ ഈക്വൽ ടു നമ്മൾ എഴുതുന്നു tan ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. കണ്ടോ? അതിൻ്റെ tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ ഈക്വൽ ടു ശരിക്കും എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് തിരിച്ചെഴുതുന്നു. tan ഓഫ് a പ്ലസ് ബി കണ്ടുപിടിക്കുന്നു, അവിടെ കൊടുക്കുന്നു, എന്നിട്ട് തിരിച്ചെഴുതുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതുന്നു. tan x ഇക്വൽ ടു വൈ ആണ്, y x ഇക്വൽ ടു tan ഇൻവേഴ്സ് വൈ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാൻ പഠിക്കണം. അപ്പോൾ അതേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. ഫസ്റ്റ് റിസൾട്ട് ഏതാ? സെക്കൻഡ് റിസൾട്ട് ചെറിയ വ്യത്യാസമുള്ളൂ. ഇക്വേഷന് മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. തുടക്കമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ a പ്ലസ് ബിക്ക് വരെ a മൈനസ് ബി ആണ് എടുക്കും. എക്സ് പ്ലസ് വൈക്ക് വരെ എക്സ് മൈനസ് വൈ എടുക്കുമ്പോൾ ഇത് മൈനസും താഴെ പ്ലസും വരും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ മൈനസ് വരും, ഇവിടെ പ്ലസ് വരും. അപ്പോൾ tan ഓഫ് a മൈനസ് ബി ഈക്വൽ ടു ഇവിടെ മൈനസ് ഇവിടെ പ്ലസ്. a മൈനസ് ബി ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് ഇവിടെ മൈനസും ഇവിടെ പ്ലസും. അപ്പം tan ഇൻവേഴ്സ് എക്സ് മൈനസ് tan ഇൻവേഴ്സ് വൈ ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ. രണ്ടാമത്തെ റിസൾട്ട്. ഇക്വേഷൻ മാത്രം മാറ്റിയെടുക്കുന്നതേ ഉള്ളൂ. വേറെ മാറ്റമൊന്നുമില്ല. ഇത് ശരിക്കും പഠിച്ചോണം. ഓക്കെ.
അടുത്തൊരു ക്വസ്റ്റ്യൻ, അടുത്ത പ്രോപ്പർട്ടി. അടുത്ത പ്രോപ്പർട്ടി പറയുന്നത് 2 tan inverse x. 2 tan inverse xന് 3 റിസൾട്ട് ഉണ്ട്. സൈൻ ഇൻവേഴ്സ് വെച്ചൊരു ക്വസ്റ്റ്യൻ, അല്ല റിസൾട്ട് സൈൻ ഇൻവേഴ്സ് ഓഫ് 2x by 1 minus x square, 1 plus x square, 2x by 1 plus x square. അതുപോലെ തന്നെ 2 tan inverse x is equal to cos inverse വരുമ്പോൾ 1 minus x square by 1 plus x square. ഇനി 2 tan inverse x നെ tan inverse വെച്ച് അടുത്തൊരു ഇക്വേഷനും കൂടി ഉണ്ട്. tan inverse of 2x by 1 minus x square. ഇത് മൂന്നും 2 tan inverse x നെ ഇതിലെ എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാം. 2 tan inverse x എന്നാൽ sin inverse ആക്കാം, cos inverse ആക്കാം, tan inverse ആക്കാം. sin inverse ആക്കുമ്പോൾ 2x by 1 plus x square, cos inverse ആക്കുമ്പോൾ 1 minus x square by 1 plus x square, tan inverse ആക്കുമ്പോൾ 2x by 1 minus x square. ഇതിന് നിങ്ങൾ നമ്മളാ കഴിഞ്ഞ വർഷം പഠിച്ച 2-3 ഇക്വേഷൻ ഉണ്ട്, അത് ഓർമ്മയിലുണ്ടായിരിക്കണം. അതായത് ഇതുണ്ടോ, sin 2x equal to 2 tan x by 1 plus tan square x. sin 2x ഉം cos 2x ഉം tan 2x ഉം പഠിച്ചു ഓർക്കുന്നുണ്ടോ? sin 2x ന് 2 ഇക്വേഷൻ ഉണ്ട്, അതിൽ ഒരെണ്ണം tan based. ആ tan based ഇക്വേഷൻ ആണ് ഇത്. cos 2x ന് 3 അല്ല 4 ഇക്വേഷൻ ഉണ്ട്, ഒരെണ്ണം മാത്രം tan based. ആ tan based ഇക്വേഷൻ 1 minus tan inverse x അല്ല 2 tan x by 1 plus tan square x ആണ്. sin 2x equal to 2 tan x by 1 plus tan square x. cos 2x equal to 1 minus tan square x by 1 plus tan square x. അതുപോലെ തന്നെ tan 2x ന് ഒരു ഇക്വേഷനേ ഉള്ളൂ, അത് 2 tan x by 1 minus tan square x ആ. ഈ 3 ഇക്വേഷനും മനസ്സിലുണ്ടായിരിക്കണം, ഇതുണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ റിസൾട്ട് ഇത് എ പാർട്ട്, ഇത് ബി, ഇത് സി. എയും ബിയും സി ഏതാണെങ്കിലും നമ്മൾ ഒരേ സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാത്തിനും കൊടുക്കുന്നത്. ഇതുണ്ടോ, ഇതിനെല്ലാത്തിനും ഒരേ സബ്സ്റ്റിറ്റ്യൂഷൻ. പുട്ട് x is equal to tan theta, then ഉടനെ എഴുതണം theta equal to tan inverse x, അല്ലെ tan inverse x equal to theta, അങ്ങനെ എഴുതിക്കാം. then tan inverse x equal to theta. അപ്പോൾ എക്സിന് ടാൻ തീറ്റ കൊടുത്തു, ഇവിടുത്തെ എക്സിന് ടാൻ തീറ്റ, ഇത് മൂന്നിൽ ഏത് വന്നാലും എക്സിന് ടാൻ തീറ്റ കൊടുക്കുന്നത്. അപ്പം തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് വരും. ഏ പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകണം. ലെഫ്റ്റ് സൈഡ് എടുത്തല്ല, റൈറ്റ് സൈഡ് എടുത്ത്. സൈൻ ഇൻവേഴ്സ് ഓഫ് 2x by 1 plus x square ഈക്വൽ ടു എക്സിന് നമ്മൾ ടാൻ തീറ്റ കൊടുക്കുന്നു. സൈൻ ഇൻവേഴ്സ് ഓഫ് 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ, എക്സിന് ടാൻ തീറ്റ കൊടുക്കുമ്പോൾ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. നോക്കുക, 2 tan x by 1 plus tan square x വരുമ്പോൾ sin 2x ആണ്. അപ്പം 2 tan തീറ്റ ബൈ 1 plus tan square തീറ്റ വരുമ്പോൾ നമുക്ക് അതിനെ സൈൻ ഇൻവേഴ്സ് വെളിയിൽ കിടപ്പുണ്ട്. സൈൻ 2xന് പകരം 2 തീറ്റ എന്ന് എഴുതാം. കണ്ടോ, സൈൻ ഇൻവേഴ്സ് സൈൻ വരുമ്പോൾ സൈൻ ഇൻവേഴ്സും സൈനും കൂടി ഒരുമിച്ച് വന്നാൽ ഐഡന്റിറ്റി ആയിട്ട് മാറിപ്പോക്കോളും, മിച്ചമുള്ള 2 തീറ്റ വരും. ആ പ്രോപ്പർട്ടി ആദ്യത്തെ പ്രോപ്പർട്ടി സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ്. അപ്പോൾ അവിടെ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ 2 തീറ്റയാണ്, 2 തീറ്റ എന്ന് എഴുതി. 2 ഇൻറ്റു തീറ്റയുടെ വാല്യൂ നമ്മളിവിടെ കൊടുത്തേക്കുന്ന തീറ്റ ഈക്വൽ ടാൻ ഇൻവേഴ്സ് എക്സ്, 2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടി. കണ്ടോ, സൈൻ ഇൻവേഴ്സ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ 2 ടാൻ ഇൻവേഴ്സ് എക്സ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ബി ചെയ്യുമ്പോൾ കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ. ഇവിടെ എക്സിന് നമ്മൾ ടാൻ തീറ്റ കൊടുക്കുന്നു. കോസ് ഇൻവേഴ്സ് 1 മൈനസ് tan square theta by 1 plus tan square theta equal to 1 minus tan square x by 1 plus tan square വരുമ്പോൾ cos 2x. അപ്പോൾ x മാറ്റി തീറ്റ ആക്കിയാൽ മതി. cos ഇൻവേഴ്സ് വെളിയിൽ കിടപ്പുണ്ട്, cos 2xന് പകരം 2 തീറ്റ. cos ഇൻവേഴ്സ് cos 2 തീറ്റ എന്ന് പറഞ്ഞാൽ കോസും കോസ് ഇൻവേഴ്സിലും ഒരുമിച്ച് വന്ന ഐഡന്റിറ്റി ആയിട്ട് പോക്കോളും. 2 തീറ്റ വരും ആൻസർ. തീറ്റയുടെ വാല്യൂ tan ഇൻവേഴ്സ് എക്സ്. കണ്ടോ, ഇതുപോലെ തന്നെ അടുത്തും ചെയ്യുന്നത് ടാൻ ഇൻവേഴ്സ് 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ വരും. 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ടാൻ ഇൻവേഴ്സ് ടാൻ 2 തീറ്റ വരും. ടാൻ ഇൻവേഴ്സ് ടാൻ 2 തീറ്റ 2 തീറ്റ. തീറ്റയുടെ വാല്യൂ ടാൻ ഇൻവേഴ്സ് എക്സ്, 2 ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ അങ്ങനെ അത് മൂന്നും റിസൾട്ട് നമുക്ക് ചെയ്യാം. അപ്പം അതുപോലെ ഇനി നമുക്ക് ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ സൈൻ ഇൻവേഴ്സ് അല്ലെ കോസ് ഇൻവേഴ്സ് അതിൻ്റെ അകത്ത് അതുപോലത്തെ ഫംഗ്ഷൻസ് കയറി വരും. അപ്പോൾ ഏത് സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊടുക്കേണ്ടതെന്നുള്ളത്
നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കുറേ റിസൾട്ട് ഉണ്ട്, അതറിയാമെങ്കിൽ എഴുതാൻ പറ്റുള്ളൂ. ആ റിസൾട്ടൊക്കെ ഞാൻ നോട്ടിൽ എഴുതി ഇട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നത്, ആ റിസൾട്ടുകൾ നിങ്ങൾ ഓർമ്മിക്കണം. അത് എന്നെ നോട്ടില്ലാത്തത് തന്നേക്കാം, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് നിങ്ങൾ ശരിക്കും പഠിക്കണം. ഈ റിസൾട്ടുകളൊക്കെ പഠിച്ചെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ റിസൾട്ടുകളൊക്കെ ഓർത്ത് വെച്ചോണം. നമുക്കത് ബാക്കി അടുത്ത ക്ലാസ്സിൽ പോകാം. ഓക്കെ, താങ്ക് യു.